ഇന്ന് മഹാശിവരാത്രിയാണ്. പിതൃതർപ്പണ പുണ്യം തേടി ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹമുണ്ട്. പെരിയാർ തീരത്ത് 116 ബലിത്തറകൾ ഒരുക്കിയിരിക്കുന്നു. മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. KSRTC, കൊച്ചി മെട്രോ എന്നിവയും റെയിൽവേയും ഇന്നും നാളെയും പ്രത്യേക സർവീസുകൾ ശിവരാത്രി പ്രമാണിച്ച് നടത്തുന്നുണ്ട്. ആലുവ മണപ്പുറത്ത് നിന്ന് അശ്വിൻ പാലാഴിയും അതുപോലെ ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്ന് VA ഗിരീഷും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ പാലാഴി, ആലുവ മണപ്പുറത്തേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആലുവ മണപ്പുറത്തേക്ക് എന്തായാലും വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ആലുവ ശിവക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകളോട് തുടക്കം അത് ഉച്ചയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമാകും തീർത്ഥാടകരുടെ അല്ലെങ്കിൽ ഭക്തരുടെ വലിയ തിരക്ക് ഇവിടേക്ക് ഉണ്ടാവുക. എന്തായാലും രാവിലെ തന്നെ കൂടുതൽ ആളുകൾ ബലിതർപ്പണം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്ത് ഏറ്റവും പ്രധാനം പിതൃമോക്ഷ പുണ്യം തേടി എത്തുന്നവരുടെ ബലിതർപ്പണം തന്നെയാണ്. രാവിലെ തന്നെ 116 ബലിത്തറകളിൽ ഏകദേശം 90 എണ്ണം ലേലത്തിൽ പോയിട്ടുണ്ട്. അതെല്ലാം തന്നെ തുറന്ന് തുടങ്ങിയിട്ടുമുണ്ട്. ഈ കൂടുതൽ സൗകര്യങ്ങൾ ഭക്തർക്ക് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സസ്യയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് അടക്കം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1200 പോലീസുകാരെയാണ് ഭക്തരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. ഈ പെരിയാർ തീരത്ത് തന്നെയാണ് 116 ബലിത്തറകളും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബലിതർപ്പണത്തിന് ശേഷം നേരെ പെരിയാറിലേക്ക് അവർക്ക് മറ്റു ചടങ്ങുകൾക്കായി പോകാനുള്ള സൗകര്യങ്ങളുമുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശിവരാത്രി ആഘോഷങ്ങളുടെയൊക്കെ ഒരു തിരക്ക് അതിന്റെ പാരമ്യതയിൽ എത്തണമെങ്കിൽ ഇന്ന് വൈകുന്നേരമാകും. നാളെ രാവിലെ വരെ, നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ ഈ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. കൂടുതലും മറ്റു നാടുകളിൽ നിന്നുള്ള ആളുകളും ഒപ്പം ദക്ഷിണ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളും ഒക്കെ തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമാകാനും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനുമൊക്കെയായി എത്തുന്നുമുണ്ട്. എന്തായാലും ആ തിരക്ക് ഇപ്പോഴും വലിയ തോതിൽ തന്നെ തുടരുകയുമാണ്. SK. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി. ഇനി നമുക്കൊപ്പം ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്ന് VA ഗിരീഷ് കൂടി ചേരുന്നു. ഗിരീഷ്, ഈ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ വിവരങ്ങൾ ഇന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുക? ഗുഡ് മോർണിംഗ് SK. ശിവരാത്രിയോട് അനുബന്ധിച്ച് തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ രാവിലെ മുതൽ വളരെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് SK സൂചിപ്പിച്ചതുപോലെ തന്നെ ആഴിമല ശിവക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ വിഴിഞ്ഞത്തെ പുളിങ്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ക്ഷേത്രമാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പം, ഈ ഒരു ശില്പം കൊണ്ടാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഭൂപടത്തിലും ടൂറിസം ഭൂപടത്തിലും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ ഭൂപടത്തിലുമൊക്കെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇത് ശിവൻ ഒരു ശില്പമാണ്. 58 അടി ഉയരമുള്ള ശില്പം. അത് ഗംഗാധരേശ്വര രൂപത്തിലുള്ള ഒരു ശില്പമാണ്. അതായത് ശിവൻ വളരെ ഗൗരവത്തോടെയും അതോടൊപ്പം തന്നെ സന്തോഷത്തോടെയും ഗംഗാദേവിയെ സ്വതന്ത്രമാക്കുന്ന ഒരു ശില്പം. അതാണ് ഗംഗാധരേശ്വര ശില്പം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ ശില്പം, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര ശില്പവും കൂടിയാണ് ആഴിമല ശിവക്ഷേത്രത്തിൽ ഉള്ളത്. 6 വർഷത്തോളം എടുത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഏതായാലും ഇത് ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ ക്ഷേത്ര ദർശനത്തോടൊപ്പം ഈ ശില്പം കാണുന്നതിന് വേണ്ടിയൊക്കെ വളരെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ആഴിമല ശിവക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. KSRTC പ്രത്യേകം സർവീസുകളും ഒക്കെ നടത്തുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ വലിയ തിരക്ക്, വിവിധ തരത്തിലുള്ള പൂജകളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ പലരും പഴമക്കാരൊക്കെ പറയാറുണ്ട് 1000 ഏകാദശിക്ക് സമമാണ് അരശിവരാത്രി എന്നൊക്കെ ഉള്ളത്. മനുഷ്യൻ്റെ സകല പാപങ്ങളും ഇല്ലാതാകുന്നതാണ് ശിവരാത്രി വ്രതം എടുത്താൽ എന്നൊക്കെയുള്ള വിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്ക് ഇപ്പോൾ ക്ഷേത്രത്തിലുണ്ടായിട്ടുണ്ട്. നമുക്ക് ക്ഷേത്രത്തിലെത്തുന്നതോട് തന്നെ നമുക്ക് ഇതേപ്പറ്റി ചോദിക്കാം. ഈ ശിവരാത്രി വ്രതമുണ്ടോ? ഉണ്ട്. ശിവരാത്രി വ്രതം ആയതുകൊണ്ട് ഇവിടെ വന്ന് ഭഗവാനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അടൂര് പറന്തൽ നിന്ന് വരുവാ. അടൂരിൽ നിന്ന് എത്തിയതാണ്. അടൂരിൽ നിന്ന് എത്തിയ ഭഗവാനെ ഒന്ന് കാണാമല്ലോ, വ്രതമാണ്, അതുകൊണ്ട് ഇറങ്ങിയത്. ക്ഷേത്രത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വന്ന് കണ്ട്, ഇന്നത്തെ ദിവസം പ്രത്യേക ദിവസമാണല്ലോ, ഇവിടെ ദർശനം നടത്താമെന്നുള്ള ആഗ്രഹത്തിന് വന്നതാണ്. ഇത് മൊത്തവും ഇവിടെ ഉണ്ടാവുമോ? ഇല്ല, ഇനി ഞങ്ങൾ ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്ന് VA ഗിരീഷാണ് നമുക്കൊപ്പം ചേർന്ന്.